എൻ്റെ പണികൾ അത്രയും മനോഹരമായും ബലവത്തായും പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അച്ഛൻ നമ്മുടെ വികാരച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത അച്ഛൻ്റെ ഡേറ്റ് തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് പണി തീരും, അന്ന് പ്രതിഷ്ഠ എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം തന്നെ അത് പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ സന്തോഷമുണ്ട് അച്ഛനോട് ചേർന്ന് ശുശ്രൂഷയിൽ നിൽക്കാൻ ഇടയാകുന്നതിൽ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്താണ് അച്ഛൻ്റെ പ്രാരംഭകാല സുവിശേഷ പ്രവർത്തനങ്ങൾ ചെമ്മണ്ണാർ ഇടവകയിലായിരുന്നു. അന്ന് ഞാൻ ചെമ്മണ്ണാർ ഇടവകയുടെ വികാരിയച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുക. ഞാൻ അച്ഛനായിട്ട് 36 വർഷം കഴിഞ്ഞു. ശുശ്രൂഷയിലേക്ക് വന്നിട്ട് ഒരു ഹെൽപ്പറായിട്ട് ശുശ്രൂഷ ആരംഭിച്ചിട്ട് 40 വർഷം എന്ന് പറയാം. അന്ന് തൊട്ട് നോക്കിയാൽ 85-86 കാലഘട്ടങ്ങളിലാണ് ഞാൻ ശുശ്രൂഷയിലൊരു ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഹെൽപ്പറിന് മുഴുവൻ പറയാൻ പറ്റത്തില്ല, പാർട്ട് ടൈം ഹെൽപ്പറായിട്ട് ശുശ്രൂഷ ആരംഭിച്ചത്. അതിനുശേഷം അച്ഛനായിട്ട് ഇപ്പോൾ 36 വർഷവും പൂർത്തിയും 37ാമത്തെ വർഷത്തിലേക്ക് വന്നിരിക്കുക. വിജയച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ വികാരിയച്ഛന് ജോൺ വിൽസൺ അച്ഛന് ഇങ്ങനെ ഒരു പ്രത്യേകമായൊരു കൃപ ദൈവം കൊടുത്തിരിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. അത് വലിയൊരു കൃപയാണ്. പലർക്കും ആരംഭിക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റും. ചിലർക്ക് ആരംഭിക്കാനും പറ്റത്തില്ല, പൂർത്തീകരിക്കാനും പറ്റത്തില്ല. അതൊന്നും അവരുടെ കുഴപ്പമൊന്നുമല്ല. അത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് വരുന്നതാണ്. എന്നാൽ നമ്മുടെ അച്ഛനെ സംബന്ധിച്ച് അത് പ്രത്യേകമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളോട് വെച്ച് നോക്കുമ്പോൾ വളരെ അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയും അപ്രകാരം ശരിയപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിജയച്ചനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാക്സിൻ അച്ഛനും ഒരുമിച്ച് ഇന്ന് ഇവിടെ ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നു. വാസം പറഞ്ഞ മഹയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ബിഷപ്പ് ഓഫീസ് എന്നൊക്കെ പറയുന്നത് അവിടെ ഉള്ള ഒരു സംവിധാനമാണ്. പ്രവർത്തനങ്ങൾ ആകമാനമായിട്ട് നടത്തപ്പെടുന്നത് ഇത് സാധാരണ ലോക്കൽ സഭകളിലാണ് അത് നടത്തപ്പെടുന്നത്. പ്രവർത്തനങ്ങൾ മുഴുവൻ സഭ വളരുന്നതും പ്രവർത്തനം എല്ലാം വരുന്നതെല്ലാം ലോക്കൽ സഭകളാണ്. ലോക്കൽ സഭകൾ പ്രാദേശിക സഭകൾ വളരുമ്പോഴാണ് ഒരു മഹട വളരുന്നത്. പ്രാദേശിക സഭ ആത്മീയമായിട്ട് അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് മഹടവാഗമാനമായിട്ട് അഭിവൃദ്ധിപ്പെടുന്നത്. അപ്പോൾ ലോക്കൽ സഭകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും അതാണ് നമ്മുടെ മഹടവയ്ക്ക് വേണ്ടുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് വിജയച്ചനും അതുപോലെ തന്നെ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ്, പ്രിയപ്പെട്ട മാക്സിൻ ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട ജോൺ വിൽസൺ അച്ഛൻ പോലുള്ള ഇടവപ്പെട്ടക്കാർ അച്ഛന്മാർ, അതുപോലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സഭാ ശുശ്രൂഷകർ, ലാലു സാറിനെ, വിൻസൻ സാറിനെ പോലുള്ളവർ, മുണശീല സാറിനെ പോലുള്ള സഭാ ശുശ്രൂഷകർ, അതുപോലെ ഓരോരോ സഭകളിലും അതിന് നേതൃത്വം നൽകുന്ന ഭരണസമിതി അംഗങ്ങൾ, കൈക്കാരന്മാർ, സെക്രട്ടറി, അപ്പ്യാരച്ചൻ എന്ന് വേണ്ട പ്രാർത്ഥനാ ലീഡർമാർ ഉൾപ്പെടെ സാധാരണ എല്ലാവരും ചേർന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെയാണ് ഇത് വളരുന്നത്. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും പ്രവർത്തിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ദേവാലയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും വേദോസ്തവത്തിൽ അനേക ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കാണുന്നത് ഇസ്രായേൽ മക്കൾ ഒരു ക്രമീകൃതമായ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ മരുഭൂമിയിൽ വെച്ചാണ് ആരാധനയുടെ ഒരു ക്രമീകരിക്കപ്പെട്ട രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തിരുനിവാസം അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നും കാണാൻ സാധിക്കും. അതെല്ലാം ചെയ്തത് ജനങ്ങളുടെ അകമഴിഞ്ഞ സംഭാവനയിലൂടെയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ മനസ്സിൽ തോന്നിയിട്ട് എന്ത് ചെയ്തു അവർ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വഴികളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് വായിച്ചാൽ മിസ്രൈമിൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അല്ലേ. പഞ്ഞം കിടന്നു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലതെന്ന് അവർ കണ്ടു. അത്രയും വരെ കഷ്ടങ്ങളായി. ആ കഷ്ടങ്ങളിൽ നിന്നെല്ലാം പുറപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് വാക്യം എഴുതിയിട്ടുണ്ട്. അവർ മഹാസമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകുന്നതാണ്. മഹാസമ്പത്തോട് 40 വർഷം അവർ കഷ്ടപ്പെട്ടെങ്കിൽ കൂലി കിട്ടാതിരുന്നെങ്കിൽ 40 അല്ല ഒരു 120 വർഷത്തിലേക്കുള്ള സമ്പത്തും കൊണ്ടാണ് അവർ എന്ത് ചെയ്തത് പോകുന്നത്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുഭൂമിയിൽ നമുക്കറിയാം അവിടെ ഈ തിരുനിവാസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ധാരാളം സാധനങ്ങൾ അവിടെ പറയുന്നത്. അതെല്ലാം ഇവർ ജനങ്ങളാണ് കൊടുത്തത്. അത് എവിടുന്നാണ് കിട്ടിയത്? മരുഭൂമിയിൽ കിട്ടിയതല്ല, അവർ നേരത്തെ അവർക്ക് കിട്ടി. അത് അങ്ങനെ കൊടുക്കാനായിട്ട് ഓരോ സമയങ്ങളിൽ അവർക്ക് തോന്നുന്നു. ദൈവം ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ
അത് കൊടുക്കണമെന്നൊരു താല്പര്യം ആൾക്കാരുണ്ട്. ഇവിടെ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ട തോമസ് സാറിനെ പോലുള്ള ആളുകൾ, മറ്റ് ഇവിടെ പേര് പറയപ്പെട്ട ആൾക്കാരെ നിങ്ങളെല്ലാം അങ്ങനെയാണ് ഇത് ദൈവാലയത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കാണുന്നൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതിന് പ്രതിഫലം ദൈവം നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യുക, ദൈവാലയത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ആ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവസ്നേഹത്തിന് നിങ്ങൾ പാത്രീഭൂതരായി തീരട്ടെ എന്ന്, അതിന് ഈ ദേവാലയ നിർമ്മിതി അതിന് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് യെരൂശലേം ദേവാലയ നിർമ്മിതിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങളാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതെല്ലാം പറഞ്ഞത് നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ തൊടുക, വായിച്ചുകൊള്ളുക. അതെല്ലാം നമുക്ക് ദൈവ ആലയത്തിന് വേണ്ടി കൊടുക്കുക, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, നമ്മളെ പ്രാപ്തിപ്പെടുത്തുക. യാതൊരു സംശയമില്ല. തക്ക സമയത്ത് ഏറ്റവും മനോഹരമായ ആലയം ഇവിടെ ഉയർന്നു വരികയും ചെയ്യുമാറാകും. അതുപോലെ തന്നെ ധാരാളം ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു, പ്രിയ കൊടിശ്ശേരി സാറിനെ കുറിച്ച് പറഞ്ഞു, മോനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള അനേകരും ചെയ്യുന്നു. അനേകരും വലിയ വലിയ നിലകളിലൊക്കെയും നമ്മുടെ ഡയസൽ ലെവലിൽ ആയിട്ടുണ്ട്. ഇനിയും അങ്ങനെ ധാരാളം ആളുകൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഞാനൊന്ന് എന്താ പറയുക, വിശദീകരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കമായിട്ട് ഇവിടെ ആശംസയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഡെപ്യൂട്ടി മോഡറേറ്ററുടെ പദവി ലഭിച്ചതിന് ആദരം പറഞ്ഞു. പള്ളി ഉദ്ഘാടനം കൂടെ എന്ത് ചെയ്യണം, അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഡെപ്യൂട്ടി മോഡറേറ്റർ ചെയ്തു എന്ന് പറയണമെന്ന് പറഞ്ഞു. അത് ഇച്ചിരി ഒരു കടന്ന കൈയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തുമാത്രം അറിയാമെന്ന് അറിയത്തില്ല. ഏതായാലും അച്ഛൻ അത് അറിയാമെന്നാണ്. പക്ഷേ അത് അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാലാവധി എന്ത് ചെയ്തു, അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ട് ഈ മാസം കൊണ്ട് തീരേണ്ടതാണ്. അടുത്ത സെനറ്റ് കൗൺസിൽ സമ്മേളനം വരെയാണ് എൻ്റെ കാലാവധി എന്ന് പറയുന്നത്, എല്ലാ സ്ഥാനവും. അത് അടുത്ത മാസം ആദ്യമാണെങ്കിൽ അതുവരെ ഉള്ളൂ. ഈ മാസം ഏതായാലും നടക്കാനുള്ള ഒരു തീയതി അതിലില്ല. അതുകൊണ്ട് അങ്ങനെ പറയും. അടുത്ത മാസം ആണെങ്കിൽ അടുത്ത മാസം തീരും. അപ്പോൾ ഇത് നമ്മൾ വെച്ചേക്കുന്നത് എന്താ, നവംബർ വരെ പോകാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഡെപ്യൂട്ടി എന്നുള്ളതിന് ഇപ്പോഴത്തെ മുൻ എന്ത് ചെയ്യേണ്ടി വരും, ചേർക്കേണ്ടി വരും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം പറയാൻ കാരണം. ഇത് നമ്മുടെ ജനാധിപത്യ രീതിയുള്ളതായതുകൊണ്ട് നമുക്ക് ഒരു ഭരണസമിതിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. ഞാനൊരു ഫുൾ 3 വർഷത്തിനല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടയ്ക്ക് വന്നൊരു ഒഴിവാണ് നികത്തപ്പെട്ടത്. അപ്പോൾ ഇന്ന് രൂപന്മാർക്ക് പ്രസാദം തിരുമേനി മോഡറേറ്റർ ആയിരുന്നു. മോഡറേറ്റർ തിരുമേനി 67 വയസ്സായപ്പോൾ റിട്ടയർഡായ സമയത്ത് മോഡറേറ്റർ സ്ഥാനം വേക്കൻ്റായി. അത് ആ ഒരു 3 വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു. അങ്ങനെ മോഡറേറ്റർ സ്ഥാനം വേക്കൻ്റായിട്ട് കിടന്ന സ്ഥാനത്തേക്ക് അന്നത്തെ ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിരുന്ന രൂപൻ മാർക്ക് തിരുമേനി എന്ത് ചെയ്തു, രൂപൻ മാർക്ക് തിരുമേനി മോഡറേറ്ററായി. മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഡെപ്യൂട്ടി മോഡറേറ്ററിന് വീണ്ടും എന്ത് ചെയ്തായി, വേക്കൻ്റായി. അതിങ്ങനെ കുറച്ച് നാൾ കിടന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഡെപ്യൂട്ടി മോഡറേറ്റർ സ്ഥാനത്തേക്കാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ കാലാവധി എന്തില്ല, കാലാവധി അനന്തമായിട്ട് കാലാവധി ഇല്ല. 3 വർഷത്തിനുള്ളിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കമ്മിറ്റിയിലൊക്കെ ഒഴിവ് വരുമ്പോൾ ചെയ്യാറുണ്ട്. ഒഴിവ് വന്ന സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കും. അയാൾക്ക് ആ കമ്മിറ്റിയുടെ കാലാവധി വരെ ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ സിസ്റ്റം നമുക്ക് അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിരുന്നാലും ഇതൊരു തീർച്ചയായിട്ടും എൻ്റെ ഏതെങ്കിലും ഒരു കഴിവോ പ്രാപ്തിയോ അല്ല, നമ്മുടെ മഹാടയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത്. അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നാണ് എൻ്റെ സഹ തിരുമേനിമാരൊക്കെയും പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യക്തിക്ക് കിട്ടുന്നതല്ല, മറിച്ച് ഒരു ഡയസിന് കിട്ടുന്ന അംഗീകാരമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡയസിന് ഈശോയുള്ള മഹാടയ്ക്ക് എത്തിയിരിക്കുന്നു, ഒരുപാട് വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു. CSI സഭ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ തെക്കൻ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകമായി, അതുപോലെ മറ്റ് ഇന്ത്യയിലുള്ള എല്ലാ വലിയ പട്ടണങ്ങളിലും, ഗൾഫ് നാടുകളിലും, അമേരിക്കൻ ഐക്യനാടുകളിലും, ശ്രീലങ്കയിലെ ജാപ്പനിലെല്ലാം പരന്നു കിടക്കുന്ന അതിവിശാലമായ ഒരു സഭയാണ് നമ്മുടെ CSI സഭ. ഔദ്യോഗികമായിട്ട് കണക്കനുസരിച്ച് അത് 45 ലക്ഷം തൊട്ട് 55 ലക്ഷം വരെ ആൾക്കാർ, അല്ലെങ്കിൽ 60 ലക്ഷം വരെ ആൾക്കാരുണ്ടെന്നാണ് അതിൻ്റെ ഒരു കണക്ക്. കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭയാണ് ഇന്ത്യയിലെ നമ്മുടെ സഭ എന്ന് പറയുന്നത്. ഔദ്യോഗിക സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ടത്. ഒന്ന് മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ട്രഷറർ, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ 4 പോസ്റ്റാണുള്ളത്. അങ്ങനെ പറയുമ്പോൾ രണ്ടാമത്തെ സ്ഥാനമാണ് ഡെപ്യൂട്ടി മോഡറേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാനത്തേക്കാണ് നമ്മുടെ മഹാട എന്നുള്ളൊരു മഹാടയുടെ അധ്യക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇതിന് മുമ്പ് ലഭിച്ചത് 2000 ആണ്ടിൽ, അതായത് 1918 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ അഭിമന്യ AJ സാമുവൽ തിരുമേനി അന്ന്
നമ്മുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2000 അദ്ദേഹം മോഡറേറ്ററായിട്ട് എന്ത് ചെയ്തു, തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് നമുക്ക് അറിയാം. അതായത് 25 വർഷം, 4 നൂറ്റാണ്ട് എന്ന് പറയാം. തീർച്ചയായിട്ടും അതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപ എന്നല്ലാതെ മറ്റൊന്നുമേ പറയാനായിട്ട് ഇല്ല. ഇതും നമ്മൾ അതിനെ ആഗ്രഹിക്കുക അങ്ങനെയൊന്നും ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും അറിയാവുന്നതുപോലെ തന്നെ മത്സരങ്ങൾ ഒന്നുമേ ഈ കാര്യത്തിൽ ഇല്ലായിരുന്നു. സാധാരണ മത്സരമുള്ളൊരു ഇതാണ്, കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. എൻ്റെ പേരിങ്ങനെ പറഞ്ഞു, പിന്നെ റോയ്സ് മനോജ് തിരുമേനി പേര് പറയുകയും അതുപോലെ തന്നെ കോയമ്പത്തൂരിലെ തിമത്തി തിരുമേനി പിന്താങ്ങി, മറ്റനേക ബിഷപ്പന്മാരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പിന്താങ്ങുകയും ചെയ്തു. വേറെ പേരുകളില്ലായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഞാൻ ഈ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഡെപ്യൂട്ടി മോഡറേറ്റർ തിരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന, ഡെപ്യൂട്ടി മോഡറേറ്റർ ആകണമെന്നുള്ള പ്രാർത്ഥന ഇല്ലാന്ന് എനിക്കറിയാം, കാരണം അങ്ങനെ ഒരു സാധ്യത നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് അങ്ങനെയല്ല. ഒരു ദൈവവേലക്കാരൻ എന്ന നിലയിൽ, സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയും പിൻബലവുമാണ് ഒരു പള്ളിയിലെ അച്ഛനാണെങ്കിലും ഉപദേശിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മകളുടെ സംബന്ധിച്ച് ബിഷപ്പാണെങ്കിലും ഒരു ആഗമന സഭയെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വ വഹിക്കുന്നവരെ ഏറ്റവും നന്നായിട്ട് അവർ പ്രവർത്തിക്കാൻ ബാധ്യപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ദൈവാശ്രയത്തിൻ്റെ ഒരു പരിണതഫലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വരും. അത് ഇനിയും എന്ത് ചെയ്യണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇതുവരെ നിങ്ങൾ നമ്മുടെ ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പള്ളിയിലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഭാധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ മഹയുടെ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ CSC സഭയുടെ അധ്യക്ഷന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ചുമതലക്കാർക്ക് വേണ്ടി മോഡറേറ്റർമാർക്ക് പ്രാർത്ഥിക്കാറുണ്ട്. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാ മഹാടെയും ഓർത്ത് പ്രാർത്ഥിക്കണം, എല്ലാ ബിഷപ്പുമാരെയും ഓർത്ത് പ്രാർത്ഥിക്കണം, എല്ലാ അച്ഛന്മാരെയും ഉപദേശന്മാരെയും ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെല്ലാവരും ദൈവപക്ഷം ചേർന്ന് എന്ത് ചെയ്യണം, സഞ്ചരിക്കണം. അതാണ് സഭയുടെ ഈ ഭൂമിയിൽ സഭയെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും എന്ത് ചെയ്യണം, വളരെ ശക്തമായി മുമ്പോട്ട് പോകണം എന്ന് ഞാൻ വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. CSC സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല, രൂപന്മാർക്ക് എനിക്ക് വേണ്ടി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി, ട്രഷറർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മഹാളകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും അച്ഛന്മാരെയും ശിശുക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക, ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അത് വളരെ വളരെ വ്യത്യാസം അവരുണ്ടാക്കും എന്നുള്ള സഭയെ വളർത്തുന്നുള്ള യാതൊരു സംശയവുമില്ല. ഒരു ഐക്യസഭയാവുന്നതിലോ, ഐക്യസഭയ്ക്ക് ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ നല്ലൊരു സാക്ഷ്യം വഹിക്കാനുണ്ട്. സാക്ഷ്യം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രാർത്ഥനയും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ധാരാളം സഭകൾ, ദേവാലയങ്ങൾ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതുപോലെ പുനർനിർമ്മിക്കുന്ന എല്ലാ ദേവാലയങ്ങളെയും, പുതിയതായിട്ട് ആരംഭിക്കുന്ന ദേവാലയങ്ങളെ ഓർത്ത് പ്രത്യേകമായ പ്രാർത്ഥനകൾ ഓർപ്പിക്കുന്നു. പുതിയ ദേവാലയങ്ങൾ ചെയ്യുന്നു, പുതിയ സഭകൾ ആരംഭിക്കുന്നുണ്ട്, പുതിയ ദേവാലയങ്ങൾ പഴയത് പുതുക്കി പണിയുന്നുണ്ട്. ഇതുപോലെ താൽക്കാലിക ആരാധനയ്ക്ക് അനേക സ്ഥലങ്ങളിൽ നേരിട്ട് പ്രദർശിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പുതിയ ദേവാലയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തിനെ ചെന്ന് ചേരാൻ ഇടയാകുന്ന രീതിയിലുള്ള ജീവിത ക്രമങ്ങൾ ഉണ്ടാകുവാനും പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്ന കുടുംബമായിട്ടുള്ള നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് കുടുംബമായിട്ട് മഹാടകളുടെ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറും. എല്ലാവർക്കും ഒരുപോലെ സമയത്ത് നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടി പ്രാർത്ഥിച്ച് ഇവിടെ സമാപിക്കുകയാണ് എന്ന് പറയാൻ പറ്റും.